ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിലാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലാണ് എൻ്റെ PhD ചെയ്തത്. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച് കയ്യിൽ സാരി കയറും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ബിന്ദു MS ആണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ ആണെന്ന് തോന്നി സഹോദരിയുടെ ഒരു ടെസ്റ്റ് മണി എനിക്ക് കേൾക്കുവാനിടയായി. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു സഹോദരിയെ കൂടുതൽ അടുത്തറിയുവാനും ഏത് രീതിയിൽ വിശ്വാസത്തിലോട്ട് വന്നു എന്നൊക്കെ ഒന്ന് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ടായി. ഇന്ന് ഈ രീതിയിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി സഹോദരി സമ്മതിച്ചു പോകത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും സഹോദരിയോട് പ്രത്യേകമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത ചില നിമിഷങ്ങൾ സഹോദരിയെ പറ്റി കൂടുതൽ അറിയുവാനും സഹോദരി ഏത് രീതിയിൽ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് അറിയുവാനും സഹോദരിയുടെ പശ്ചാത്തലം എന്ന് അറിയുവാനും ഒക്കെ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയാണ്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിലാണ്. GSB എന്നാണ് ഞാൻ ജനിച്ച സമുദായത്തിൻ്റെ പേര്, ഗൗഡസ് സാരസ്വത ബ്രാഹ്മിൻ. എന്നാൽ അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് ആണ് വിശ്വാസത്തിൽ വന്നതെങ്കിലും എനിക്ക് ദൈവവിശ്വാസമേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു എത്തിസ്റ്റായിരുന്നു. അതുപോലെ ഒരു അമ്പലം അടുത്തുള്ള ഞങ്ങളുടെ തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ ഇടയ്ക്കൊക്കെ പോവുക, അടുത്തുള്ള ഒരു ശിവ ടെമ്പിളുണ്ട്, ആ അമ്പലത്തിൽ പോവുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഭവനത്തിലൊക്കെ ഇതുപോലെ ആരാധനാലയങ്ങളും അതുപോലെ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ അവർ ഉപനയനം കഴിഞ്ഞവർ അവർ രാവിലെ പൂജാമുറിയിൽ കയറി അവർ വിളക്ക് കൊളുത്തും. അതിനുശേഷം വൈകിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കും, വിളക്ക് കൊളുത്തി നാമം ജപിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങളുടേതായ സമുദായത്തിൻ്റെ തന്നെ ഒരു അമ്പലമുണ്ടായിരുന്നു. ആ അമ്പലത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു ഉത്സവം നടത്താറുണ്ട്. ആ ഉത്സവത്തിൽ ഞങ്ങൾ എല്ലാവരും പോകും. അതാണ് ഞങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ നിർബന്ധമായിട്ട് ഇന്ന ഒരു നാമം ജപിക്കണം അല്ലെങ്കിൽ പൂജയ്ക്ക് പോകണം അങ്ങനെ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സമുദായം എന്ന് പറയുന്നത് മറ്റുള്ള സമുദായത്തിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. നല്ല ഒരു ഓർത്തഡോക്സ് ഗ്രൂപ്പാണ്. മറ്റുള്ള സമുദായങ്ങളുമായിട്ട് അങ്ങനെ അവർ സംസാരിക്കാറോ അങ്ങനെ മിങ്കിൾ ചെയ്യാറില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അമ്പലങ്ങളാണ്. എന്നാൽ മറ്റുള്ളവർക്കുള്ളതുപോലെ, മറ്റുള്ള ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഉള്ളതുപോലെ തന്നെ ഉപനിഷത്തുകളും അതുപോലെ ഭഗവത്ഗീത അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കും ഉണ്ട്. ഭജനകളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അത് മാസത്തിലൊരിക്കൽ വേറെ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്താറുണ്ട്, പ്രത്യേക പൂജ നടത്താറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ തന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ബ്രാഹ്മൺ ഫാമിലിയിൽ നിന്നാണ്. അപ്പം ആ ബ്രാഹ്മൺ ഫാമിലിയിൽ ഈ മോൻ മാത്രം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസത്തിലോട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ആ വീട്ടിൽ ഒരു പ്രാവശ്യം എൻ്റെ സിസ്റ്ററും അവരൊക്കെ പോയപ്പോൾ ആ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞത്, ഈ വീട്ടിൽ ആദ്യമായിട്ട് കയറുന്ന ഒരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾ. അപ്പം ഞാൻ അടുത്ത സമയം ആ സ്ഥലത്തോട് പോയപ്പോൾ എനിക്കൊന്ന് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ വാചകം എന്നെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. ഇനി നമ്മളവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള സ്വീകരണമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുപോലെ വളരെ ഭയങ്കര കൺസർവേറ്റീവായിട്ടുള്ളവർ, മറ്റാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ വീട്ടിൽ വേറുള്ള മറ്റുള്ള ജാതിക്കാരെ ഒരിക്കലും കയറ്റാറില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയെ പുറത്തുള്ള പണിക്ക് മാത്രമാണ് നിയമിച്ചിരുന്നത്. നമ്മൾ അകത്തുള്ള വീട്ടിലെ എന്തെങ്കിലും ജോലി കാര്യങ്ങൾക്ക് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതും വേറെ ആരെയും കയറ്റാറില്ലായിരുന്നു. സഹോദരിയുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ചത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. എന്നാൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് നന്നായി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് ഞാൻ വിചാരിച്ചിരുന്നതെല്ലാം നെപ്പോളിയൻ്റെ ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു, അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പം സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നന്നായി പഠിക്കുക, നന്നായി പഠിച്ചാൽ എല്ലാം സാധിക്കും, അങ്ങനെയുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ നന്നായി പഠിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിലും അതുപോലെ പ്രീ ഡിഗ്രിക്കും ഒക്കെ വളരെ നല്ല മാർക്കോടെ ഞാൻ അങ്ങനെ പഠിച്ച് പാസ്സായി. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കിയത്? ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നല്ല മാർക്കോടെ പാസ്സായി ആ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ വളരെ
തുടക്കത്തിൽ മുതലേ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എൻജിനീയർ ആവണമെന്ന്. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് ശേഷം എനിക്ക് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയ സമയത്ത് കോതമംഗലം MA കോളേജ് ഓഫ് എൻജിനീയറിങ്ങിലാണ് എനിക്ക് ബിടെക്കിന് അഡ്മിഷൻ കിട്ടിയത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞാൻ വരുവാനായിട്ട് ഇടയായത്. എങ്ങനെയായിരുന്നു വിശ്വാസത്തിലോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു? എന്നോട് ആരും തന്നെ അങ്ങനെ സുവിശേഷം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലും ആരും വന്ന് സുവിശേഷം അറിയിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയധികമായി ചില പ്രശ്നങ്ങളുണ്ടായി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങളൊക്കെ വളരെ അധികമായി അധികരിച്ചു വന്ന് എനിക്ക് താങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ കൂടി ഞാൻ കടന്നുപോയി. ബിടെക് ഫസ്റ്റ് ഇയർ അവസാനമായപ്പോൾ ഞാൻ മരണത്തെക്കുറിച്ച് ആലോചിച്ചു. ആ മരണത്തെക്കുറിച്ച് ആലോചിച്ച സമയത്ത് ഞാൻ ഉപനിഷത്തുകൾ വായിച്ചു, ഭഗവത്ഗീത എടുത്ത് വായിച്ചു. അപ്പോൾ ഭഗവത്ഗീത വായിച്ചപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിൻ്റെ കർമ്മം ചെയ്യുക, എന്നാൽ നിനക്ക് സ്വർഗം ലഭിക്കും. ആ സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് ഒരിക്കലും സ്വർഗം ലഭിക്കില്ല. അത്രമാത്രം ഞാൻ തളർന്ന് മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് ആ സമയത്ത് ഞാൻ ആദ്യമായി ഒരു പുതിയ നിയമം, ഒരു ബൈബിൾ എടുത്ത് വായിച്ചു. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ മുറിയിൽ ഒരു ബൈബിൾ ഞാൻ കണ്ടു. ആ ബൈബിൾ എടുത്ത് ആദ്യമായിട്ട് വായിക്കുന്നത്. ആ ബൈബിളിൽ ഒരു വാക്യം ഞാനിങ്ങനെ വായിച്ചു, എന്നെപ്പോലെയുള്ളവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട്, എൻ്റെ സ്വഭാവം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉള്ളവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചത്, എന്നാൽ തുടക്കം മുതൽ വായിക്കാം. അങ്ങനെ ഞാൻ ബൈബിളിൻ്റെ തുടക്കം മുതൽ വായിച്ച് അതിൽ മത്തായി 11:20, മാത്യു 11:28 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഞാൻ മരിക്കാൻ തീരുമാനിച്ച്, സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച് കയ്യിൽ സാരി കയറും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അതെല്ലാം മാറ്റി വെച്ചു. അങ്ങനെയാണ് ഞാൻ ആ വിശ്വാസത്തിലേക്ക് രീതിയിലാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ബൈബിൾ കൈ കിട്ടിയത്? അതൊരു അത്ഭുത വിഷയമാണ്. എന്താന്ന് വെച്ചാൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഒരു ഹിന്ദു കുട്ടി, രാജി എന്ന് പറഞ്ഞു. രാജി പഠിച്ചിരുന്ന ഒരു ബോർഡിംഗ് സ്കൂളിലാണ്. ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഗിദിയൻസ് ഇന്റർനാഷണൽ ഗിദിയൻസിന്റെ പുതിയ നിയമം എല്ലാ കുട്ടികൾക്കും കൊടുത്തു. അതുപോലെ രാജി ഈ പുതിയ നിയമം കൊണ്ടുവന്ന് കിട്ടിയ പുതിയ നിയമം, ഗിദിയൻസുകാർ കൊടുത്ത പുതിയ നിയമം കൊണ്ട് ഹോസ്റ്റലിലെ മുറിയിൽ വെച്ചു. വെറുതെ ഒരു പുസ്തകം വെച്ചതുപോലെ വെച്ചു. ആ പുസ്തകമാണ് ഞാൻ എടുത്ത് വായിച്ചത്. അപ്പം ശരിയായിട്ട് ഈ വായിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്ന നേരത്തെ, അതോ ഒരു ബുക്ക് ദൈവം വായിക്കാൻ വേണ്ടി അന്നേരം അവിടെ കൊണ്ടുവന്ന് എത്തിച്ചാണെന്ന്? ഇല്ല, എനിക്ക് വളരെയധികം പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പുസ്തകങ്ങളും വായിച്ചു. അതിൽ നിന്നൊന്നും എനിക്ക് സമാധാനം കിട്ടിയില്ല. എന്നാൽ ഈ പുതിയ നിയമം വായിച്ചപ്പോഴാണ് എനിക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എൻ്റെ ഹൃദയത്തെ നിറച്ചത്. ഞാൻ റീസെൻ്റ്ലി ഒരു ടെസ്റ്റ് മണി കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളിയാണ്. അദ്ദേഹത്തിന് മറ്റുള്ള ജയിൽ പുള്ളികളെക്കാളൊക്കെ അല്പം വ്യത്യസ്തമായിട്ട് അവർ ചെയ്യാറുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഈ ജയിൽ ഇവാഞ്ചലിസം ചെയ്യുന്ന ആരോ ഒരു ബൈബിൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കൊടുത്തു. അപ്പോൾ അദ്ദേഹം ടൈം പാസിന് ഇതിങ്ങനെ പല പ്രാവശ്യം വായിച്ചു. ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞ് അദ്ദേഹം യോഹന്നാൻ്റെ സുവിശേഷം വന്ന് മൂന്നാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ വയ്യാത്ത രീതിയിലായി. അങ്ങനെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്നൊരു സാക്ഷ്യം എനിക്ക് കേൾക്കുവാനിടയായിട്ട്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണത്. ദൈവം ഏത് രീതിയിലാണ് സഹോദരിക്ക് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ തക്ക സമയത്ത് ഒരു ബൈബിള്, ഗിദെയോന്റെ ഒരു ബൈബിള് കൈ ലഭിക്കുവാനിടയായി, അത് വായിക്കുവാനിടയായി. അതിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണിത്. യഥാർത്ഥത്തിൽ അത് വായിച്ചപ്പോൾ എന്താണ് സഹോദരിക്ക് ഫീൽ ചെയ്തത്? ആ മരിക്കാൻ തീരുമാനിച്ച നിമിഷത്തിൽ ഈ ഒരു വാക്യം അത് എനിക്ക് ഭയങ്കരമായ ആശ്വാസം. അത് അത്രയും നാളും ഞാൻ ചുമന്ന് നടന്ന ഒരു ഭാരം എടുത്തു മാറ്റിയതുപോലെയായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ചില ട്രാക്റ്റ് വായിച്ചപ്പോൾ ആ ട്രാക്റ്റിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിനെ കുറിച്ച് അതിനെ ചില പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റു പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സമാധാനം എനിക്ക് ലഭിച്ചത്. അപ്പോൾ
വേറെ വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. വീണ്ടും അത് വായിക്കാനുള്ള വീണ്ടും താല്പര്യം. വായിച്ചു. ഞാൻ ഒരാഴ്ച കൊണ്ട് ഒരു 7 പ്രാവശ്യം ആ പുതിയ നിയമം വായിച്ചു. അങ്ങനെ അതിൽ മുത്തുകളും പവിഴങ്ങളും നിറഞ്ഞിരിക്കുകയാണെന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. മനസ്സിലായ. അപ്പോൾ ഈ വായിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം ഇങ്ങനൊരു മനസ്സിൽ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായി. അപ്പോൾ ജീവിതത്തിൽ അന്ന് മുതൽ വന്നൊരു വ്യത്യാസം എന്തുമായിരുന്നു? സഹോദരി പറഞ്ഞു നേരത്തെ സൂയിസൈഡ് ചെയ്യണമെന്ന് വരെ ചിന്തിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഈ ബൈബിൾ വായിച്ചതിന് ശേഷം അതിനൊരു വ്യത്യാസം വന്നു. ഏത് രീതിയിലുള്ള ഒരു വ്യതിയാനമാണ്, അല്ലെങ്കിൽ മനസ്സിൽ എന്ത് രീതിയിലുള്ള ഒരു വ്യത്യാസമാണ് ആ സമയത്ത് ഉണ്ടായത്? അത് പറയുകയാണെങ്കിൽ ഇതിൽ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, അത് പഴയത് കഴിഞ്ഞുപോയി, അത് പുതിയതായി തീർന്നിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് അത് വളരെ അധികം പ്രാവർത്തികമായ ഒരു കാര്യമാണ്. അതിനു മുമ്പ് എനിക്ക് സന്തോഷമേ ഇല്ലായിരുന്നു. അതുപോലെ ആരോടും സംസാരിക്കാറില്ലായിരുന്നു. ഭയങ്കര സെൽഫിഷായിരുന്നു. എന്നാൽ ഇത് വായിച്ച് ഇങ്ങനൊരു തീരുമാനം എടുത്ത സമയത്ത് അതിനുശേഷം എല്ലാവരും എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, എന്താ ബിന്ദു ഇത്രമാത്രം ഹാപ്പി ആയിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. വളരെയധികം വ്യത്യാസങ്ങളുണ്ടായി. അത്രയും നാളും വളരെ സമയം വെറുതെ ചെലവഴിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ ചെലവഴിക്കുക. എന്നാൽ നല്ല തരത്തിൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വ്യതിയാനങ്ങളുണ്ടായി. ഇങ്ങനെ വിശ്വാസത്തിലോട്ട് വന്നു. അപ്പം ബിന്ദു അതേ പറഞ്ഞു, ബിന്ദു ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്ന് വന്നാണ്. ബ്രാഹ്മണർ ആ കുടുംബങ്ങൾ ഏത് രീതിയിലായിരിക്കും, അവരുടെ പൂജകളും അവരുടെ ആചാരങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ബിന്ദുവിൽ ഇങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ബിന്ദുവിൻ്റെ കുടുംബത്തിൽ നിന്ന്, ഞാൻ മീൻ ചെയ്ത മാതാപിതാക്കളിൽ നിന്നും സിബ്ലിങ്സിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു പ്രതികരണം ഏത് രീതിയിലായിരുന്നു? ഞാൻ ആദ്യമൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടായെങ്കിലും ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞില്ല, ആദ്യമൊന്നും പറഞ്ഞില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ ബ്രദറിന്, ഏറ്റവും മൂത്ത ബ്രദറിനാണ് ഒരു എഴുത്തെഴുതുന്നത്, എനിക്കിങ്ങനെ ഒരു വ്യത്യാസമുണ്ടായി, എനിക്ക് ജീവൻ ലഭിച്ചു എന്ന് എൻ്റെ ബ്രദറിന് എഴുതി. അപ്പം ബ്രദർ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്തത്, അത് നിനക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ്, നിന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്. അതിനുശേഷം എൻ്റെ ഫാദറിന് ഞാൻ എഴുത്തെഴുതി. അപ്പം ഫാദർ എഴുത്തെഴുതിയപ്പോഴും ഇതിന് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല അവിടെ ഉണ്ടായത്, കിട്ടിയത്. അപ്പോൾ ആ സമയത്തൊക്കെ ബിന്ദു ഹോസ്റ്റലിലായിരുന്നു അല്ലേ? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ബിന്ദു ഈ രക്ഷയുടെ അനുഭവത്തിലോട്ട് വന്നതിന് ശേഷം ബിന്ദു ഭവനത്തിൽ മടങ്ങി ഏതെങ്കിലും സമയത്ത് പോയി കാണുമല്ലോ. ആ സമയത്ത് എങ്ങനെയായിരുന്നു പേരൻസിൻ്റെ എന്നുള്ള റെസ്പോൺസ്? അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഈ ബൈബിളിലുള്ള കാര്യങ്ങളും എനിക്ക് അതിൽ വന്ന വ്യത്യാസങ്ങളും ഒക്കെ ഇവരോടൊക്കെ പറയും. അങ്ങനെ പറയുമ്പോഴൊക്കെ ഇവർ കൂടുതൽ പൂജകൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ തിരിഞ്ഞത്. അപ്പം ഇതില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ വന്നെന്നുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ബിന്ദുവിന് ആ സമയത്ത് ഏകദേശം 20 വയസ്സ് കാണും അല്ലേ? അതെ. അപ്പോൾ 20 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയും ധീരതയോടുകൂടി ഒരു തീരുമാനം എടുക്കുക, മാതാപിതാക്കൾ അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ആചാരങ്ങളും പൂജകളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവത്തിലോട്ട് വരിക, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് തീർച്ചയായിട്ടും കൂടുതൽ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു മാതാപിതാക്കൾ ആ സമയത്ത് പ്രതികരിച്ചുകൊണ്ടിരുന്നത്? ഈ പ്രശ്നങ്ങളുണ്ടായി എൻ്റെ പഠിത്തം തന്നെ നിർത്താനായിട്ട് വീട്ടിൽ നിന്ന് തീരുമാനിച്ചു. എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം സെക്കൻഡ് ഇയർ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇതുപോലെ ഫാദർ വന്നു, എന്നോട് ഇങ്ങനെയുള്ള വിശ്വാസം ഒക്കെ നിർത്താനായിട്ട് അവർ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ജീവൻ തന്ന ഒരു ദൈവം, സകല മാനവരാശിക്കും വേണ്ടി ഈ ലോകത്തിൽ വന്നാണ് യേശുക്രിസ്തു. അപ്പോൾ ആ കാര്യം ഞാൻ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞ് ഉടനെ എൻ്റെ അച്ഛൻ പറഞ്ഞത്, എന്നാൽ നമുക്ക് വീട്ടൊക്കെ ഒന്നും പഠിക്കണ്ട, വിദ്യാഭ്യാസം നിർത്താം, പഠിത്തം നിർത്താം. അങ്ങനെ പഠിത്തം നിർത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ചെന്ന് പിന്നെ എല്ലാ ദിവസവും പൂജകളും കർമ്മങ്ങളും അമ്പലങ്ങളിൽ കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള റെസ്പോൺസ് ആണ്. അതിനകത്തൊക്കെ ബിന്ദുവിനും പോയിരിക്കണം. മനസ്സുകൊണ്ടൊന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിലും ശരീരം ഇട്ടിരുന്നേ പറ്റത്തുള്ളൂ ഇല്ലേ അവർക്ക് വേണ്ടി. ബിന്ദു എന്നൊക്കെ പറഞ്ഞാൽ പഠിത്തം പിന്നെ ഫിനിഷ് ചെയ്യാൻ സാധിച്ചോ? അതിനുശേഷം എന്നോട് ഒരു കാര്യം പറഞ്ഞത്,
അതായത് ഇങ്ങനെയുള്ള മറ്റുള്ള മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു മീറ്റിങ്ങിനും പോകാതിരുന്നാൽ എന്നെ തിരിച്ചു കൊണ്ടുപോയി ആക്കാമെന്നുള്ള ഒരു നിബന്ധന അവർ വെച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോയി ബിടെക് കംപ്ലീറ്റ് ചെയ്തു. ബിന്ദുവിന് ഈ രക്ഷയുടെ അനുഭവത്തിലോട്ട് വന്നതിന് ശേഷം എവിടെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോകാനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഒരു മീറ്റിങ്ങിന് ഒരു ഇവാഞ്ചലിക്കൽ യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് അവരുടെ ഒരു ട്രാക്റ്റിലെ പ്രാർത്ഥനയാണ് ഞാൻ ആദ്യം ഏറ്റു പറഞ്ഞത്. അപ്പോൾ അവരുടെ മീറ്റിങ്ങിന് അവരെ എൻ്റെ റൂംമേറ്റ് വിളിച്ചു. എൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരു മേഴ്സി എന്ന ഒരു കുട്ടി എന്നെ ആ മീറ്റിങ്ങിന് വിളിച്ചു. അങ്ങനെ ഒരു ദിവസം ആ മീറ്റിങ്ങിന് പോയി. പക്ഷേ ആ മീറ്റിങ്ങിന് പോയ ശേഷം തിരിച്ച് ഹോസ്റ്റലിൽ വന്നപ്പോൾ വലിയ റാഗിങ് ആണ് ഉണ്ടായത്. വലിയ റാഗിങ് ഉണ്ടായി. അതുപോലെ എൻ്റെ ക്ലാസ്മേറ്റ്സ്, ഹോസ്റ്റലിലുള്ളവർ, ഇവരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി. എന്നാൽ ദൈവജനത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ ഈ ബിടെക് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോയോ അതോ കോതമംഗലത്ത് തന്നെ അവിടെ തന്നെ താമസിച്ചോ? ബിടെക് തീർന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്, നിനക്ക് കല്യാണാലോചനകളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നീ എൻ്റെ മോളെ ആയിരിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അനേകരും പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എനിക്ക് എംടെക്കിന് പോകാൻ സാധിച്ചു. കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ആണ് ഞാൻ എംടെക് ചെയ്തത്. അപ്പോൾ എംടെക് തീരുന്ന ദിവസം എൻ്റെ തീരുമാനം അറിയിക്കണം എന്നാണ് എൻ്റെ ഫാദർ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥനയോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ റൂംമേറ്റ് ഒന്ന് പറഞ്ഞു, അടുത്ത കോളേജിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് തോന്നുന്നു, പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പലുമായിട്ട് സംസാരിച്ചു. എൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. യേശുക്രിസ്തു എന്നെ രക്ഷിച്ച കാര്യമാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, ചെവിയോർത്ത് കേൾക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ചില ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫാദർ പറഞ്ഞു, ശരി നീ എന്നാ ജോലിക്ക് ജോയിൻ ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ശരിക്കും കിട്ടിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ ബിടെക് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് എംടെക്കിന് പോയി. എംടെക് കഴിഞ്ഞ് തീരുന്ന ദിവസം ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. അവിടെ ആയിരുന്ന സമയത്താണ് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ അവിടെ അപ്ലൈ ചെയ്തു. എനിക്ക് അവിടെ ജോബ് കിട്ടി. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ MIT മണിപ്പാലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് വീണ്ടും എൻ്റെ അച്ഛൻ ഇങ്ങനെ മാരേജിൻ്റെ കാര്യം എന്നോട് പറയുന്നത്. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു ഈ രീതിയിലായി കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഉണ്ടായിട്ടുള്ള ചില ചലഞ്ചസ് ഒന്ന് പറയാമോ? ഒന്നാമത് ഈ മാരേജിൻ്റെ കാര്യം തന്നെ. മാരേജിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, നീ ഇതേ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആയിട്ടുള്ള ഹിന്ദു ആയിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുക. എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ദൈവജനത്തിൽ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ ഒരു വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. വെളിച്ചവും ഇരുട്ടും തമ്മിൽ എന്ത് ബന്ധം? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാദറിനോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ മാത്രമേ, ഒരു വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് അപ്പം പറഞ്ഞു, നീ എൻ്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസരം. അങ്ങനെയാണ് ഒരു പ്രതിസന്ധി ആദ്യം ഉണ്ടായത്. മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ PhD ഡോക്ടറേറ്റ് എടുത്തില്ലേ? അതെ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം, എങ്ങനെയായിരുന്നു അത്? എവിടെ വെച്ചായിരുന്നു? ഏത് വിഷയമായിരുന്നു? ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസിൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലാണ് എൻ്റെ PhD ചെയ്തത്. ബിടെക് എംടെക് ഇതിനകത്തായിരുന്നു? ബിടെക് ഇലക്ട്രിക്കലാണ്. എംടെക് അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആയിരുന്നു. PhD കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. വിവാഹത്തിന്റെ കാര്യമായിരുന്നു നമ്മൾ പറയാൻ തുടങ്ങിക്കൊണ്ട്. വിവാഹം എങ്ങനെയായിരുന്നു നടന്നത്? അപ്പം അവരുടെ യാതൊരു വിധമായ സപ്പോർട്ടും ഇല്ലായിരുന്നല്ലോ വിവാഹത്തിന്. അതെ. കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു പ്രൊഫസർ ജോൺ സക്കറിയ. അപ്പോൾ ജോൺ സക്കറിയ സാറാണ് ഈ യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഇൻ ഇന്ത്യ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിന് വന്നുകൊണ്ടിരുന്ന സാറാണ്. ആ സാറാണ് ഞങ്ങളുടെ വിവാഹം ആലോചിച്ചത്. അപ്പം വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയും 1 വർഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവഹിതമാണെന്ന് മനസ്സിലായപ്പോഴാണ്
ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അതിന് വീട്ടിൽ നിന്ന് സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അനേകര് ഇപ്പം ദൈവജനത്തിൽ പറയുന്നത് പോലെ നമ്മൾ എൻ്റെ നാമനിമിത്തം സഹോദരങ്ങളെയോ അമ്മയപ്പന്മാരെയോ നിലയങ്ങളോ ഉപേക്ഷിച്ചാൽ 100 മടങ്ങ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വിവാഹത്തിന് 600ഓളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം വിവാഹം അങ്ങനെ വളരെ ഭംഗിയായി ദൈവം നടത്തി. അതിനുശേഷം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് മണിപ്പാലിലേക്ക് വന്നു. അവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ മണിപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവിടെയായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. അപ്പൊ ഈ ഇങ്ങനെ ഒരു പുതിയൊരു വിശ്വാസത്തിലോട്ട് വന്നു, പഴയതെല്ലാം വിട്ട് ഒരു പുതുതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ വന്നിരുന്ന ഒരു പ്രതികരണങ്ങൾ ഏത് രീതിയിലായിരുന്നു? എൻ്റെ ഹസ്ബൻഡ് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. എന്നാൽ EU വഴി ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനിടയായി. അതുപോലെ സ്നാനപ്പെട്ട് അങ്ങനെ വേറെപ്പെട്ട് ജീവിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും അവർ ഓർത്തഡോക്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാരേജിന്റെ സമയത്ത് അവരുടെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായി, ഞങ്ങളുടെ വീട്ടിൽ നിന്നും എല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾ 8 പേരാണ്, 4 ആണും 4 പെണ്ണും. അവരിൽ നിന്നും ഒന്നും ഒരു രീതിയിൽ സഹകരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു പൊതുവിൽ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം? എങ്ങനെയായിരുന്നു? ആദ്യമേ തന്നെ ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ. 3 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു മോനും പിന്നെ ഇരട്ട കുട്ടികളാണ്. അപ്പൊ ഇരട്ട കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞത് അത് ദൈവകോപമാണ്, നീ ഇങ്ങനെ വിശ്വാസത്തില് ഈ നമ്മുടെ സമുദായം വിട്ട് വേറെ സമുദായത്തിൽ പോയത് കൊണ്ടാണ് എന്ന്. എൻ്റെ വീട്ടിലും എൻ്റെ സഹോദരങ്ങൾ അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവരൊന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു, അവരും പറയുകയുണ്ടായി. അതുപോലെ അതിനുശേഷം എനിക്ക് ആസ്മ, പല രോഗങ്ങളുണ്ടായി. ഈ രോഗങ്ങൾ ഉണ്ടായപ്പോഴും പറഞ്ഞത് സമയത്ത് ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കുഴപ്പം. അതെ. പൊതുവിൽ ഇപ്പൊ ഇത്രയും ഈ 8 ബ്രദേഴ്സും സിസ്റ്റേഴ്സും 8 പേരുണ്ടെന്ന് പറഞ്ഞു. ഇവരോടൊക്കെ എപ്പോഴെങ്കിലും സുവിശേഷം അറിയിക്കാനുള്ള സാവകാശം ലഭിച്ചിട്ടുണ്ടോ? ഞാന് പഠിച്ച സമയത്തൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവരോടൊക്കെയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുവാണ് രക്ഷിതാവ്, ഭൂമിയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഐ ബിലീവ് നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. അതെ, തീർച്ചയായും. അപ്പൊ ഈ ഇത്രയും നാളായിട്ട് കുടുംബത്തിൽ നിന്ന് ആരും മുമ്പോട്ട് വരാനോ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇപ്പം തിരിച്ചിപ്പം ബിന്ദുവിനെ കുടുംബം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതോ ഇപ്പോഴും മനുഷ്യന്റെ വയലിൽ ഇങ്ങനെ പോകുന്നുള്ളതല്ലാതെ അവരൊക്കെ ഇപ്പോഴും മാതാപിതാക്കളൊക്കെ പഴയ പോലുള്ള ഒരു സ്നേഹം തരാറുണ്ടോ? ഏറ്റവും ഇളയ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരോട് ഞാൻ സുവിശേഷം എല്ലാം പറഞ്ഞിരുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവര് ഹൃദയത്തിൽ ഇതെല്ലാം സ്വീകരിച്ചവരാണ്. അവർക്കറിയാം ഇതിന്റെ സത്യം എന്താണെന്നുള്ളത് അവർക്കറിയാം. ബാക്കിയുള്ളവര് അവര് ഫോൺ അങ്ങോട്ടേക്ക് നമ്മൾ വിളിച്ചാൽ അങ്ങോട്ട് സംസാരിക്കും. ആദ്യമേ സംസാരിക്കാറില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അവരുടെ വീട്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം, അവരോട് സംസാരിക്കാം. അങ്ങനെയുള്ള അവസരമുണ്ട്, സാധ്യതകളൊക്കെ. അതെ അതെ അതെ. എന്നാൽ അതിനുശേഷം ഞങ്ങൾ മണിപ്പാലിലായിരുന്ന സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു വേർപെട്ട ഒരു സമുദായത്തിൽ വേർപെട്ട ഒരു മീറ്റിങ്ങിന് പോകാനായിട്ട് തുടങ്ങിയത്. അവരുടെ വീട്ടില് എന്നാൽ ഇത്രയും വർഷത്തിന് ശേഷം ഹസ്ബൻഡിന്റെ അമ്മയും പപ്പായും സഹോദരങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. വെരി ഗുഡ്. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നത്, ബാക്കി ദൈവമാണ് ഓരോരുത്തരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കേണ്ടത്. ബിന്ദുവിന്റെ കുടുംബത്തിലുള്ളവരോട് സംസാരിക്കാനുള്ള സാവകാശമുണ്ട്. സംസാരിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ബിന്ദു ഇന്ന് അനുഭവിക്കുന്ന ആ ആത്മീയമായ സന്തോഷം ഒരു രീതിയിലും ബിന്ദുവിന്റെ പേരൻസോ അല്ലെങ്കിൽ ബിന്ദുവിന്റെ സിബ്ലിങ്സോ അനുഭവിക്കുന്നുള്ള കാര്യം ബിന്ദുവിന് നന്നായിട്ട് അറിയാം. അവരുടെ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം അതില്ല. അപ്പൊ തീർച്ചയായിട്ടും ബിന്ദുവിന് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവാണ് സമയം ഒരുക്കേണ്ടത്. തീർച്ചയായിട്ടും അവര് രക്ഷയുടെ അനുഭവത്തിലോട്ട് എന്തെങ്കിലും വരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങളും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. വലിയൊരു ഫാമിലിയെ പറ്റി കൂടുതൽ പറഞ്ഞില്ല, ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞു. മക്കളുടെ കാര്യം കൊടുത്ത് പറയാമോ? മക്കള് എനിക്ക് 3 പേരാണ്. അതില് മോന് അവൻ ഡെന്റിസ്റ്റാണ്. പിന്നെ ട്വിൻസ് ആണ് പെൺകുട്ടികള്. അതിൽ ഒരാള് M.Tech കമ്പ്യൂട്ടർ സയൻസ് ആണ്, മറ്റേ ആള് ഫാർമസിസ്റ്റ് ആണ്. എല്ലാവരും വിശ്വാസത്തിലാണ്. അവര് 3 പേരും വിശ്വാസത്തിലാണ്. അവർ വിശ്വാസികളെ തന്നെ അവര് വിവാഹം കഴിച്ച് അവര് 3 സ്ഥലത്തായിരിക്കുന്നു. അവർക്കും കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി കൊടുത്തിരിക്കുന്നു.
അവരെ ദൈവപൈതലായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ വളർത്തിക്കൊണ്ടുവരിക. പേരൻസിന് അതെ സാധിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ബിന്ദുവിന് ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാനുള്ള സാവകാശമുണ്ട്. എനിക്ക് ഞങ്ങൾ വിശ്വാസി വന്ന സമയത്ത് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആര് വളർത്തും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആര് ചെയ്യും, കുഞ്ഞുങ്ങളെ വിവാഹം എങ്ങനെ നടക്കും. എന്നാൽ ദൈവജനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിളിച്ചവൻ വിശ്വസ്തൻ. നമുക്ക് അനേക പരീക്ഷകളുണ്ട്, എന്നാൽ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ലോകത്തിലും സകലർക്കും വേണ്ടി മരിച്ച യേശു കർത്താവിനെ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിക്കുന്നുള്ളൂ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാനോ ആർക്കും സാധിക്കുന്നില്ല. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വളരെ വിലയേറിയായിട്ടുള്ളതാണ്. ആ വീണ്ടെടുപ്പിന്റെ വില കർത്താവായ യേശു ക്രിസ്തു കൊടുത്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്താൽ മതി. നമ്മളായിട്ട് പ്രത്യേകിച്ചും ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതും അവൻ കാൽവറി ക്രൂശിൽ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയാണ് യാഗമായിട്ട് തീർത്ത് അവന്റെ ചങ്കിലെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഊറ്റി നൽകിയതാണ്. ആ കർത്താവിനൂടെ അല്ലാതെ നമുക്ക് പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഒരിക്കലും കഴിയുമില്ല. അപ്പൊ ആ കർത്താവിൽ വിശ്വസിക്കുക, രക്ഷയുടെ അനുഭവത്തിലോട്ട് വരിക, അതിനുവേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ. ബിന്ദുവിനെ സമയത്തോളം ദൈവം 20-ാമത്തെ വയസ്സിൽ അതിനുള്ളൊരു വഴി ഒരുക്കി തന്നു. ഇന്ന് വളരെ സന്തോഷമുള്ളവരായിട്ട് ഒരു സന്തോഷവും ഒരു പ്രത്യാശ മുഖത്ത് എപ്പോഴും തിളങ്ങി നിൽക്കുന്നതാണ്. അത് കാരണം അത് ലഭിച്ചത് ദൈവത്തിലൂടെയാണ് ലഭിച്ചത്. അപ്പം മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുവാനും മറ്റുള്ളവരെ രക്ഷയുടെ അനുഭവത്തിലോട്ട് വരുവാനും ഈ സഹോദരിയുടെ ടെസ്റ്റിമണി വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധമായ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.